എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ 7:30 തുടങ്ങുക. 7:30 തുടങ്ങിയാൽ കടൽ കടന്നാൽ അതിൻ്റെ ദോഷഫലങ്ങൾ അല്പം കുറയും എന്നുള്ളതാണ്. 7:30 വന്നു കഴിഞ്ഞാൽ കടന്നാൽ ദേശം വിടേണ്ടി വരും. അപ്പം ഞാൻ കവരത്തി ചോദിച്ചാണ് പോയത്. അത് ഹെഡ് ക്വാർട്ടേഴ്സാണ്. അവിടെ ഒരുമാതിരി എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അഗത്തി, കൽപ്പേനി, മിനിക്കോയ്, അങ്ങനെ ചേത്തിലത്ത് വരെ എന്ന് പറഞ്ഞാൽ ഐലൻഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു പ്രശ്നം വന്ന് ശനി എന്നെ സംബന്ധിച്ചിടത്തോളം ഉപകാരം ചെയ്തു. പുള്ളിക്കൊരു കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ ലോൺ കിട്ടി ആദ്യം ചെയ്തത് പുള്ളി കുടുംബക്ഷേത്രം നന്നാക്കില്ല. 2 ലക്ഷം രൂപ ലോൺ കൊടുത്തത് ഇദ്ദേഹത്തിന് ഒരു സ്റ്റേഷനറി കട കെട്ടാനും ഇത് ചെയ്യാനും ഒക്കെയാണ്. ഞാൻ അപ്പോഴേ ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ ലോൺ എടുത്ത് ഒരു കാരണവശാലും ഒരു പൂജയും ചെയ്യരുത്. ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ദീർഘവർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ശ്രീനിവാസ പയ്യാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം സാർ വർഷങ്ങളായിട്ട് ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതെ. ഈ പലപ്പോഴും ആളുകൾക്ക് വരുന്ന ഒരു സംശയമാണ്, ഇപ്പം നമ്മൾ കടമൊക്കെ എടുക്കാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും സമയദോഷം കൊണ്ടാണോ, നമ്മുടെ സമയത്തിൻ്റെ മാറ്റം കൊണ്ടാണോ ഈ കടങ്ങളൊക്കെ നമുക്ക് വരുന്നത്? സാറിന് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതിൽ ആദ്യം എൻ്റെ അനുഭവം തന്നെ പറയാം. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ അന്ന് ഡിപ്ലോയ്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ഭാഗത്തേക്ക് ട്രാൻസ്ഫർ പോകണം. അപ്പോൾ ഞാൻ താമസിക്കുന്നത് ചേർത്തല പള്ളിപ്പുറം എന്നുള്ള സ്ഥലമാണ്. അവിടെ ഒരു ജ്യോതിഷം വിഷവൈദ്യൻ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, ബ്രഹ്മശ്രീ കൃഷ്ണൻ എമ്പ്രാന്തിരി എന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഇല്ല. അപ്പോൾ കണ്ണൂർ പോകണോ, അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ വന്നു, അതിന് പകരം ലക്ഷദ്വീപ് പോകും. അപ്പോൾ ലക്ഷദ്വീപ് പോയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 വർഷം കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്നിടത്തേക്ക് ട്രാൻസ്ഫർ കിട്ടും. കണ്ണൂർ പോയാൽ അതില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ലക്ഷദ്വീപ് വേണോ കണ്ണൂർ വേണോ എന്നുള്ളൊരു സംശയം വന്ന് ഇദ്ദേഹം ജാതകമൊക്കെ നോക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനു മുമ്പും ഒരു ക്രിട്ടിക്കൽ സമയത്ത് എൻ്റെ ജാതകം നോക്കിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ലക്ഷദ്വീപ് പോകും. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ 7:30 തുടങ്ങുകയാണ്. 7:30 തുടങ്ങിയാൽ കടൽ കടന്നാൽ അതിൻ്റെ ദോഷഫലങ്ങൾ അല്പം കുറയും എന്നുള്ളതാണ്. 7:30 വന്നു കഴിഞ്ഞാൽ കടന്നാൽ ദേശം വിടേണ്ടി വരും. ദേശം വിട്ട് കഴിഞ്ഞാൽ ആ 7:30 കുറയും എന്നാണ് അദ്ദേഹം പറയണത്. അപ്പോൾ ഏതായാലും അപ്പോൾ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് കാണാത്ത സ്ഥലമാണ്. അപ്പോൾ ബാങ്കിലായതുകൊണ്ട് പോകാൻ എളുപ്പമാണ്. നമുക്ക് ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയാൽ ഇത് കിട്ടും. അല്ലാത്തവർക്ക് പെർമിറ്റൊക്കെ വേണം അവിടെ പോകാനായിട്ട്. അപ്പോൾ 2001 ഏപ്രിലിൽ റിക്വസ്റ്റ് അയച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ഓർഡർ വന്നു. അവിടെ ഞാൻ പോയിട്ട് നല്ല സ്ഥലമാണ് കേട്ടോ, പോകേണ്ട. ഞാൻ പറയുന്നത് ഗോഡ്സ് ഓൺ ഐലൻഡാണ് ലക്ഷദ്വീപ് എന്നേ പറയുള്ളൂ. അപ്പോൾ അവിടെ പോയി അവിടെ 4 വർഷം സർവീസ് ചെയ്തു. അപ്പോൾ ഞാൻ കുടുംബസമേതമാണ് പോയത്. ഞാൻ, വൈഫ്, 2 മക്കൾ. മൂത്ത മകന് 6 വയസ്സ്, ഇളയ മകന് 1 വയസ്സ്. എൻ്റെ അമ്മയുണ്ടായിരുന്നു. അവിടെ ചെന്ന് കുടുംബസമേതമാണ്. അവിടെ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ ആ 4 വർഷം അതങ്ങനെ കഴിഞ്ഞു പോയി. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ 10ഓളം ഐലൻഡുകളുണ്ട്. അതിൽ 9 ഐലൻഡുകളിലും ഞങ്ങളുടെ ബാങ്കുകളുണ്ട്. അപ്പോൾ ഞാൻ കവരത്തി ചോദിച്ചാണ് പോയത്. അത് ഹെഡ് ക്വാർട്ടേഴ്സാണ്. അവിടെ ഒരുമാതിരി എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അഗത്തി, കൽപ്പേനി, മിനിക്കോയ്, അങ്ങനെ ചേത്തിലത്ത് വരെ എന്ന് പറഞ്ഞാൽ ഐലൻഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു പ്രശ്നം വന്ന് ഞാൻ ചേത്തിലത്ത് ഐലൻഡിലേക്ക് പോകണം. കാര്യം ഈ മാനുവൽ ഡാറ്റ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു 2001 മുതൽ. അപ്പോൾ എക്സ്പെർട്ടായിട്ടുള്ള ആൾ വേണമെന്നും പറഞ്ഞിട്ട് എനിക്ക് വലിയ എക്സ്പെർട്ടില്ല, തമ്മിൽ ഭേദം തൊമ്മെന്നുള്ള അവസ്ഥ. അവിടെ പോകണമെന്നുള്ള അവസ്ഥ വന്നു. ചേത്തിലത്ത് പോയേ പറ്റുള്ളൂ എന്നുള്ള രീതി. പക്ഷേ മാനേജർക്ക് എന്നെ വിടാനും താല്പര്യമില്ല. ഒരു ആറ്റക്കോയ സാറായിരുന്നു ആ സമയത്ത് മാനേജർ. അദ്ദേഹത്തിൻ്റെ രീതിയിലും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ബന്ധപ്പെട്ടപ്പോഴത്തേക്കും പറഞ്ഞത് ഇതിന്ന് അതും ശനി അങ്ങ് തീരാൻ പോകുന്ന സമയമാണ്. അപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇതെൻ്റെ സ്വന്തം അനുഭവത്തിലുള്ള കാര്യമാണ്. ശനിയാഴ്ചകളിൽ ഉപ്പ് വർദ്ധിക്കുക, ഉപ്പ് വർദ്ധിക്കുക, ബേക്കറി ഐറ്റംസ് വർദ്ധിക്കുക. എന്നിട്ട് സാധിക്കുമെങ്കിൽ റെഡ് കളർ, അപ്പോൾ പാൻറ്റാണല്ലോ, റെഡ് അല്ല, ബ്ലാക്ക് കളർ പാൻറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ കർച്ചീഫ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ചേത്തിലത്ത് ട്രാൻസ്ഫർ കിട്ടും, പോകണം, ഡെപ്യൂട്ടേഷൻ എന്നാ പറയുക. പക്ഷേ ഡെപ്യൂട്ടേഷൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് നടക്കുക. അല്ലെങ്കിൽ കപ്പൽ വരുന്ന 15 ദിവസം ഇരിക്കില്ല. ഇവ കവരത്തിയാണെങ്കിൽ ആഴ്ച ഒരിക്കൽ കപ്പൽ വരുമായിരുന്നു. ആ ഓർഡർ എനിക്ക് വന്നത് എറണാകുളത്തേക്ക് ട്രാൻസ്ഫറാണ്, ശനിയുടെ. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു പേപ്പർ തന്നെ വന്നാൽ ഞായറാഴ്ച സൺഡേ സപ്ലിമെൻറ്റിൽ ആദ്യം നോക്കണ വാരഫലമാണ്. എല്ലാവരും നോക്കും ഇത്. പക്ഷെ ഞാൻ നോക്കും, പക്ഷെ ഞാൻ നിർത്തി. ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് നിർത്തി. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് നാട്ടിലേക്കാണ് വന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് പോയത് അങ്ങോട്ട്. പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആലപ്പുഴ ജില്ല കിട്ടിയില്ല. അത് ഉർവശി ശാപം ഉപകാരമായി. കാര്യം ലക്ഷദ്വീപിൽ ചെന്നപ്പോൾ പല ഗുണങ്ങളുണ്ടെന്ന് എൻ്റെ സർവീസ് ആ റൂറൽ കണ്ണൂർ പോണതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ 2 പേർക്കും അവിടെ കേന്ദ്രീയ വിദ്യയിൽ അഡ്മിഷൻ കിട്ടി.
ഒരുത്തവൻ 1ാം ക്ലാസ് തൊട്ട് അടുത്തവനും 1ാം ക്ലാസ് തൊട്ട് 12 വരെയും KVയിൽ. അപ്പോൾ അവിടെ താമസിക്കുന്നതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ള രീതിയിൽ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്നുള്ള രീതിയിൽ അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ കൊച്ചിയിൽ വന്നപ്പോൾ കൊച്ചിയിൽ KVയിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അവരുടെ പഠിത്തം നമ്മൾ ഈ ട്രാൻസ്ഫറിൽ പഠിത്തം ബാധിച്ചില്ല എന്ന് പറഞ്ഞാൽ പോണടുത്തൊക്കെ KV ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശനി എന്നെ സംബന്ധിച്ചിടത്തോളം ഉപകാരം ചെയ്തിട്ട്. പക്ഷേ ബാങ്കിങ് മേഖല പിന്നെ വന്നപ്പോഴത്തേക്ക് ഒരു സമയത്ത് എനിക്ക് ടൈം ഇതുപോലെ ഒരു ശനിയുടെ ഇത് വരുന്നു. അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ തിരുമേനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് പേർക്ക് അതിൽ ഞാനും ഉണ്ട് ശിഷ്യത്വം കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആരൊക്കെ ശിഷ്യന്മാരായിട്ടുണ്ടോ ഇവരൊക്കെ ഗവൺമെൻറ് ജോലിക്കാരായിട്ടുണ്ട്. ഇൻക്ലൂഡിങ് പോലീസിൽ SI സ്ഥാനത്തൊരു രമണൻ ചേട്ടൻ എന്ന് പറഞ്ഞുണ്ടായിരുന്നു. അദ്ദേഹം വരും പോലീസിൽ കയറി. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ശിഷ്യത്വമുള്ളവരെല്ലാവരും ഗവൺമെൻറ് സർവീസിൽ കയറി. ഒരു ജയൻ ചേട്ടനുണ്ട്, അദ്ദേഹം ട്രഷറിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. എല്ലാവരും ആകെ 10-12 പേരുള്ള കാര്യം. ഇദ്ദേഹം കൊടുക്കുന്ന വിഷവൈദ്യം, വാസ്തു, ജ്യോതിഷം എല്ലാം കൂടിയാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ശിഷ്യത്വത്തിന് പോവും. അദ്ദേഹം ഈ പാമ്പ് കടി ഏറ്റ് വരുമ്പോഴത്തേക്കും നമ്മളപ്പോൾ സഹായിക്കാനൊക്കെ ചെല്ലണം. അങ്ങനത്തെ നേരത്തെ പറയും ഇന്ന് ഇന്ന സാധനം പാമ്പ് കടിച്ച് വരും എന്ന് പറഞ്ഞാൽ അതാ മരുന്നും പറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇത് വന്നിട്ട് പിന്നെ ഓരോരുത്തർക്കും പിന്നെ അപ്പോൾ ആ സമയത്തൊക്കെ ക്ലർക്കാണ് ഞാൻ. അപ്പോൾ ഓഫീസർ മാനേജർ ആകാനൊന്നും താല്പര്യമില്ല, കാര്യം അതിൻ്റെ റിസ്കുകൾ അറിയാം. പക്ഷേ ഒരു സമയമായപ്പോൾ ഇങ്ങനെ സമയം നോക്കുമല്ലോ. അപ്പോൾ എൻ്റെ സമയം ഇതുപോലെ ശനിയുടെ സമയം വരുന്നു 2011 ആയപ്പോൾ. അപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ് ഈ പ്രാവശ്യം എനിക്ക് പ്രൊമോഷനാകും. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ സമയം വളരെ മോശമാണ്, ശനി ഇത് ചെയ്യാണ്, അതുകൊണ്ട് ഉറപ്പാണ്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അത് തീർച്ചയായിട്ടും കിട്ടുമെന്ന്. ആ 2011 പ്രൊമോഷൻ കിട്ടി. അത് പ്രൊമോഷൻ കിട്ടിയിട്ട് കാർ ബാറിലാണ് പോണത്. അതും വേറൊരു പരീക്ഷണ ഘട്ടമായിരുന്നു. പിന്നെ അവിടെ നിന്ന് പ്രൊമോഷനായിട്ടാണ് ഞാൻ പിന്നെ സ്കെയിൽ 2 ആയിട്ടാണ് ഇവിടെ വരുന്നത്, തൃശ്ശൂരേക്ക് വരുന്നത്. ശനി കൊണ്ട് യഥാർത്ഥത്തിൽ പ്രയോജനം ഉണ്ടാവും. പക്ഷേ അതനുസരിച്ച് നമ്മൾ അനുഷ്ഠിക്കണം. പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ ഉപ്പ് വർജിക്കണം ശനിയുടെ കാര്യത്തിൽ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റിനോട് അറപ്പ് തോന്നരുത്. മനസ്സിലായി? ഈ ശനിയുടെ ആവാസം ഈ വേസ്റ്റ് ഉള്ളിടത്താണെന്ന് പറയുന്നത്. അതുപോലെ ശനിയുടെ വാഹനം കാക്കയാണെന്ന് പറയുന്നത്. ഈ നവഗ്രഹങ്ങളിൽ ഈശ്വരൻ ഒരേ ഒരാളേ ഉള്ളൂ, ശനിയാണ്. ശനീശ്വരൻ എന്നാണ് പറയുന്നത്. അതൊക്കെ ഈ തിരുമേനി പറഞ്ഞതെന്നുള്ള അറിവാണ്. അപ്പോൾ നമ്മൾ പറയും ശനി എന്ന് പറഞ്ഞാൽ ശരിക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ശിക്ഷിക്കാനും പ്രൊമോട്ട് ചെയ്യാനും ഡീപ്രൊമോട്ട് ചെയ്യാനും പവറുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു ജഡ്ജ് പോലെയാണ്. ഈ നവഗ്രഹങ്ങളിലെ ഈശ്വരൻ ശനിയാണ്. അപ്പോൾ ഇതായിട്ട് പിന്നെ ഓഫീസറായി ഓരോരുത്തരുടെ ഒരു ഹോബിയായി എനിക്ക്. കാര്യം ഓരോരുത്തർ ഈ ഡിഫാൾട്ടേഴ്സ് വരുമല്ലോ. ഡിഫാൾട്ടേഴ്സ് വരുമ്പോൾ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണും. അപ്പോൾ ഇവരുടെ സമയമൊക്കെ നോക്കുക. ഈ ഒരു പരിപാടി തുടങ്ങി. ഈ സമയം നോക്കുമ്പോൾ ഇവർക്കെല്ലാം ശനിയായിരിക്കും. അപ്പോൾ അവരെ ഉപദേശിച്ച് തുടങ്ങി, നിങ്ങൾ ഇങ്ങനെ ചെയ്യും. കാര്യം ശനി വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകും. ഇപ്പോൾ അന്ന് അദ്ദേഹം തിരുമേനി പറഞ്ഞത് വെച്ച് ഞാൻ ആ ലക്ഷദ്വീപ് പോകാൻ തീരുമാനിച്ചു. ലക്ഷദ്വീപിൽ നേരിട്ട് കപ്പലിറങ്ങാൻ പറ്റില്ല, നമുക്ക് ബോട്ടിലൊക്കെ ചാടി വീണിറങ്ങാം, എന്തോ ആട്ടെ. അപ്പോൾ 60 വയസ്സിൻ്റെ അടുത്തുള്ള എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മേനെ വിട്ട് നമ്മൾ എങ്ങും നിന്നിട്ടില്ല. അപ്പോൾ അമ്മേനെയും കൊണ്ടുപോകും. അപ്പോൾ അമ്മ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, മോനെ നമുക്ക് എവിടെ ഈ വെള്ളത്തിൻ്റെ കടമുണ്ടാകും, ആ കടം നമ്മൾ അവിടെ ചെന്ന് വീട്ടണം, അതുകൊണ്ട് ലക്ഷദ്വീപിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ലക്ഷദ്വീപിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി, ഞാൻ, അമ്മ, എൻ്റെ മക്കളിൽ ഒരാൾ ഞങ്ങളുടെ മുജ്ജന്മം ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അത് മനസ്സിലായി അവിടെ. അതിൻ്റെതായ സൂചനകൾ അവിടെ നിന്ന് കിട്ടി. പക്ഷേ ഇതൊക്കെ ഞാൻ പാസ്റ്റ് ലൈഫ് മനസ്സിലാക്കി അവിടെ. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ വന്നിട്ട് 2016 തൃശ്ശൂർ വന്നു കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. മനസ്സിലായി? അപ്പോൾ അത് വേറൊരു ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പ്രൊമോഷനായിട്ട് അവിടെ ചെല്ലുമ്പോഴും ഇതിങ്ങനെ നോക്കും, ഈ ശനിയുടെ കാര്യം ഇങ്ങനെ നോക്കി അപ്പോൾ ആൾക്കാരെ ഗൈഡൻസ് കൊടുക്കും. അപ്പോൾ ഗൈഡൻസ് കൊടുത്ത് ഇങ്ങനെ കുറേ പേര് ഈ ശനിയുടെ പ്രശ്നം വന്നിട്ട് കുറേ പേര് ഇത് ചെയ്യുന്നത് അറിയാം. അപ്പോൾ ഈ ഒരൊറ്റ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടും. മനസ്സിലായി? പിന്നെ ഈ ശനി 7 ശനി, കണ്ടക ശനി, അങ്ങനെ കുറച്ചുണ്ട്. 4-ാം ഭാവത്ത് ശനിയുണ്ട്, 7, 10 അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോൾ ഈ ശനിയുടെ നോക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, സാധാരണക്കാരന് പേടിയായതുകൊണ്ട്. അപ്പം അങ്ങനെ ശരിയാണെങ്കിൽ ഒന്ന് വിദേശത്ത് പോകണമെന്ന് വിചാരിക്കുന്നവിടെ വിദേശത്ത് പോകും. മനസ്സിലായി? 2 കല്യാണം നടക്കും, 3 വാഹനങ്ങൾ വാങ്ങും. ഇതിന് ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ലോണെന്ന് പറയുന്നത് ഒരു സഹായമാണ്, നമുക്ക് സഹായം ചെയ്യാൻ ആരെങ്കിലും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കടപ്പാട് വന്നു. ഞാൻ താങ്കളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിലൊരു കടപ്പാട് വന്നു, അതോടൊപ്പം താങ്കൾ എന്നെ സഹായിക്കാനും തയ്യാറായി. ആ ഒരു രീതി. അപ്പോൾ ഈ ശനിനെ എപ്പോഴും പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് പോകാം. അപ്പോൾ അതിൽ വേറൊരാളുടെ ഇതെനിക്കറിയാം. ഞാൻ കാർവാറുള്ളപ്പോഴാണ് ഒരാൾ ലോൺ എടുക്കാനായിട്ട്, അദ്ദേഹം വികലാംഗനാണ്.
ഇപ്പോൾ ലോൺ എടുക്കാൻ വന്ന അദ്ദേഹത്തിന് 2 ലക്ഷം ലോണാണ്, അതിൽ 50,000 രൂപ എന്താണ്ട് സബ്സിഡിയാണ് അവിടുത്തെ ഇതായിട്ട്. അദ്ദേഹം വന്ന് ലോൺ കൊടുത്തു, കാര്യം നല്ല ഇതാണെന്നെല്ലാം പറഞ്ഞ് ലോൺ കൊടുത്ത് ഇതായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്തൊന്ന് പോയിട്ട് വന്നു, ഏതോ റിക്കവറി ഭാഗത്ത് ആ കാര്യത്തിൽ പോയിട്ട് വന്നു. ഇദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഇദ്ദേഹം പറയാം, വാ അപ്പോൾ കൊങ്ങിണിയാണ് സംസാരിക്കണം, എൻ്റെ മാതൃഭാഷ കൊങ്ങിണിയാണ്. അപ്പോൾ വാ കയറിയിട്ട് പോകുന്നൊക്കെ കണ്ടിട്ട് അപ്പോൾ പുള്ളി പറയുകയാണ്, പുള്ളിക്കൊരു കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ ലോൺ കിട്ടിയിട്ട് ആദ്യം ചെയ്തത് പുള്ളി കുടുംബക്ഷേത്രം നന്നാക്കില്ല, മനസ്സിലായ? അപ്പോൾ പറയാം പുള്ളിയുടെ സങ്കല്പമായിരുന്നു ഒന്ന്. കാര്യം എനിക്ക് ലോൺ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഈ 50,000 രൂപ മുടക്കി കുടുംബക്ഷേത്രം നന്നാ, 2 ലക്ഷം രൂപ ലോൺ കൊടുത്തത് ഇദ്ദേഹത്തിന് ഒരു സ്റ്റേഷനറി കട കെട്ടാനും ഇത് ചെയ്യാനും ഒക്കെയാണ്. ഞാൻ അപ്പോഴേ ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ ലോൺ എടുത്ത് ഒരു കാരണവശാലും ഒരു പൂജയും ചെയ്യരുത്. കാര്യം എന്താണെന്ന് പൂജ ചെയ്യാൻ പാടില്ല. നമ്മുടെ പൂജയൊന്നും ചെയ്യാൻ പറയും, നമ്മുടെ എന്താണ് കഴിവുള്ളത് അത് മാത്രമേ ചെയ്യാവുള്ളൂ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഞാൻ ആ പൂജ ചെയ്യാം ഈ പൂജ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് ഫലം കിട്ടുകയില്ല. കാര്യം കാശ് ബാങ്കിൻ്റെ.